ഒടുവിലവർ ട്രംപിൻ്റെ മടയിലും ന്യൂയോർക്ക് സിറ്റിയിലും വന്നു കയറി. ന്യൂയോർക്കിൽ ഭീകരാക്രമണം. വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ശനിയാഴ്ച മിഷിഗണിൽ വാൾമാർട്ടിൽ 11 പേരെ ഒരാൾ കുത്തിയിരുന്നു. ഈ അമേരിക്കക്കാരൻ തന്നെയാണ് അക്രമി. പക്ഷേ അയാൾക്കെതിരെ ഈ ടെററിസം ആക്ട് അനുസരിച്ചിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഭീകരപ്രവർത്തനമാണ്. അപ്പോൾ ഇപ്പം ന്യൂയോർക്കിൽ ന്യൂയോർക്കിലെ അക്രമിയുടെ പേര് ഷെയ്ൻ ടമൂറ എന്നാണ്. ആളെ കണ്ടാൽ ടമൂറ എന്ന് നോക്കിയാൽ സാമുറ എന്നൊക്കെ കാണുന്ന പോലെ ജപ്പാനാന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ ആളിനെ കണ്ടാൽ നമുക്കറിയാം കറുത്ത വർഗ്ഗക്കാരനാണെന്ന്. അപ്പോൾ ഈ അക്രമത്തിലെ മോട്ടീവ് അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ച മിഷിഗണിൽ വാൾമാർട്ടിൻ്റെ അകത്ത് ഇത്തവണ 44 നില ഉയരമുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്താണ്. എന്ന് പറഞ്ഞാൽ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ പ്രവർത്തിക്കുന്ന JP മോർഗനൊക്കെ പോലെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന 44 നില ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ അകത്താണ് ന്യൂയോർക്ക് നഗരത്തിൽ ഈ ആക്രമണം. അപ്പോൾ ഇതും ടെററിസം ആക്റ്റിൽ വരുമായിരിക്കും. എങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ തന്നെ ഉള്ള തദ്ദേശീയരായ ആളുകളെ വേറെ ആരൊക്കെയോ ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ ജർമ്മനിയിലൊക്കെ കാണുന്നതാണല്ലോ, ആളുകൾ കൂടുന്നിടത്തേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റുക. ഒരു മലയാളിയുടെ വോയിസ് ക്ലിപ്പ് വന്നിരുന്നു. കേരളത്തിൽ നിങ്ങൾ ചെയ്യണം, തൃശ്ശൂർ പൂരം തുടങ്ങി ഹിന്ദുക്കൾ കാഫറുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റുക, അതിന് പറ്റുന്നതിൽ ഒരു കത്തി എടുത്ത് ഒരുത്തനെയെങ്കിലും കൊല്ലുക, അല്ലെങ്കിൽ തോക്ക് സംഘടിപ്പിച്ച് വെടിവെക്കുക എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കേരളത്തിൽ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാർക്ക് അവന്യൂ ടവർ ആണ്. അത് മൻഹാട്ടൻ, മിഡ് ടൗൺ മൻഹാട്ടനിൽ ന്യൂയോർക്ക് പോലീസ് ഓഫീസർ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരാൾ. ആകെ 5 പേര് അക്രമി ഉൾപ്പെടെ. അക്രമി സ്വയം വെടിവെച്ചു മരിച്ചു. ആ അക്രമി ഉൾപ്പെടെ 5 പേര് കൊല്ലപ്പെട്ടു. ഒരാൾ പോലീസ് ഓഫീസർ, 4 സാധാരണ അവിടുത്തെ പൗരന്മാർ. ഇത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. കോർപ്പറേറ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന വലിയ ടവറാണിത്. സാമ്പത്തിക ഭീമൻ ബ്ലാക്ക് സ്റ്റോൺ അതിൻ്റെ ഓഫീസുണ്ട് അവിടെ. പിന്നെ നാഷണൽ ഫുട്ബോൾ ലീഗ് NFL അതിൻ്റെ ഓഫീസുണ്ട്. ഈ അക്രമി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ കളിച്ചിരുന്നു എന്ന് അയാളുടെ ജീവചരിത്രത്തിലുണ്ട്. അപ്പോൾ ഈ ഷെയ്ൻ ടാമുറ എന്ന് പറഞ്ഞ ആൾ സ്കൂളിൽ ഫുട്ബോൾ കളിച്ചിരുന്നു എന്ന് കൂടെ പഠിച്ചിരുന്നവർ പറയുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. നമ്മളെന്തൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ താരിഫിൻ്റെ കാര്യത്തിലും പാകിസ്ഥാനോടുള്ള മമതയുടെ കാര്യത്തിലും നമുക്ക് ട്രംപിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ലോകത്തെ ഇസ്ലാമിസ്റ്റ് ജിഹാദി ഗ്രൂപ്പുകളുടെ ആകെ ശത്രു ഇപ്പോഴും ട്രംപാണ്. അമേരിക്കയിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളടക്കമുള്ളവരെ വലിയ തോതിൽ നാടുകടത്തുന്നു. മുസ്ലിം ജിഹാദി ഫണ്ടിങ് സംവിധാനങ്ങളായ US എയ്ഡ് പോലെയുള്ളത് നിർത്തുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് രാജ്യങ്ങൾക്ക് വിസ വിലക്ക്, പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്ക് വിസ വിലക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ലോക ഇസ്ലാമിക് സൊമാലിയയിൽ പോയി ആക്രമണം നടത്തി. അതെ, ജിഹാദികൾക്ക് കണ്ടുകൂടാത്ത ആളാണ് ഇപ്പോഴും ട്രംപ്. അതുകൊണ്ട് ട്രംപിൻ്റെ സ്ഥലമായ ന്യൂയോർക്ക് സിറ്റിയിലും ഒക്കെ ആക്രമണം നടത്താൻ ഒരുപക്ഷെ അവർക്ക് അവിടെ തോക്കൊന്നും ഇപ്പോൾ കിട്ടുന്ന സ്ഥിതി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും കത്തി കൊണ്ട് പ്രയോഗിക്കുന്നത്. തോക്ക് പിന്നാലെ വരുമായിരിക്കും. അല്ല, ഇവിടെ തോക്കുണ്ടല്ലേ? ഈ ന്യൂയോർക്കിൽ തോക്കാണ്. മറ്റേത് കത്തിയ ഫോൾഡിങ് നൈഫാണ് മിഷിഗനിൽ ഉപയോഗിച്ചത്. ഇത് തോക്ക. ഇയാളുടെ കയ്യിൽ വേറെ തോക്കുണ്ടായിരുന്നു. വണ്ടി പരിശോധിച്ചപ്പോൾ വേറെ റിവോൾവർ കിട്ടി. അപ്പോൾ ഇയാൾ നെവാദയിൽ നിന്നുള്ള ആളാണ്. ഈ അക്രമി ഷെയ്ൻ ടാമുറ എന്ന് പറയുന്ന ആൾ. വൈകിട്ട് 6:30 ആയിരുന്നു സംഭവം. കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ ദിദറുൽ ഇസ്ലാം. അയാൾ ബംഗ്ലാദേശിൽ നിന്ന് 3 കൊല്ലം മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ് ദിദറുൽ ഇസ്ലാം. കൊല്ലപ്പെട്ട ആള് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളാണ്. ഈ പോലീസ് ഓഫീസർ ന്യൂയോർക്ക് പോലീസിൽ ജോലി ചെയ്യുന്ന ആൾ അതുകൊണ്ട് സൊഹ്റാൻ മംദാനി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടത്തിലുള്ള കൊല്ലപ്പെട്ട നിയുക്ത മേയർ സ്ഥാനാർത്ഥിയാണല്ലോ ഇയാൾ. ഇതിൻ്റെ അകത്ത് ഒരു ലോങ് റൈഫിൾ
ആയിട്ടാണ് കെട്ടിടത്തിൻ്റെ അകത്ത് ഈ ടാമുറ പ്രവേശിച്ചത്. അതിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. ഇയാൾ റൈഫിളുമായിട്ട് നടക്കുന്നത് ഈ കണ്ണട വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ കൂളിംഗ് ഇഫക്റ്റൊക്കെ ഉള്ളത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ വലിയ 10-40 നിലകളുള്ള വലിയൊരു കെട്ടിട സമുച്ചയം, കെട്ടിടമല്ല, ഒരു 44 നിലയുള്ള കൂറ്റൻ കെട്ടിടം. അതിലേക്ക് ഒരാൾ ഒരു റൈഫിളും ഒക്കെ ആയിട്ട്, റിവോൾവർ അല്ല, പിസ്റ്റൾ അല്ല, ലോങ് റൈഫിളുമായിട്ട് കയറി പോകുന്നത് കാണാൻ അമേരിക്കയിലെ സുരക്ഷാ സന്നാഹത്തിലെ ഒരു ഏജൻസിക്കും കഴിഞ്ഞില്ല. അത്ഭുതമാണ്, എനിക്കും തോന്നിയിരുന്നു. കാരണം അത് കുറച്ച് നീളമുള്ള റൈഫിളാണ്. അതിങ്ങനെ പിടിച്ച് കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ ഇയാൾ നടക്കുന്നത് കാണാം ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ KPMG, ഡ്യൂഷ് ബാങ്ക്, JP മോർഗൻ, പിന്നെ അതിന് പുറം ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്, ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ. അയർലൻഡിൻ്റെ കോൺസുലേറ്റ് ജനറലില്ലേ, അതിൻ്റെ ഓഫീസും ഇതിൻ്റെ അകത്താണ്, അയർലൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ ശക്തമായ സുരക്ഷാ സംവിധാനം ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണത്. ഇയാൾക്ക് 27 വയസ്സാണ്. ഈ സൺഗ്ലാസ് ഒക്കെ വെച്ച് നീണ്ട തോക്കുമായിട്ട് നടക്കുന്ന ഇയാൾക്ക്. പിന്നെ റൂഡിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ്. ട്രംപ് വലിയ റിയൽ എസ്റ്റേറ്റ് ആണല്ലോ, ഗ്രൂപ്പുള്ള ആളാണ് ട്രംപ്, ടവറൊക്കെ ഉള്ള ആളാണ്. ഇത് അതുപോലെ തന്നെ പ്രശസ്തമായൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് റൂഡിൻ മാനേജ്മെൻറ്റ്. അവരുടേതാണ് ഈ പാർക്ക് അവന്യൂ ടവർ. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ന്യൂയോർക്ക് നഗരത്തിലെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പാർക്ക് അവന്യൂ ടവർ ആക്രമണം നടന്നത്. പിന്നെ ആളുകൾ സോഫകളും കൊണ്ടും കസേരകൾ കൊണ്ടുമൊക്കെ ഓരോ ഓഫീസുകളുണ്ടല്ലോ, അവിടെയൊക്കെ അക്രമി വരാതിരിക്കാൻ വാതിലുമൊക്കെ അടയ്ക്കാനൊക്കെ അവിടുത്തെ ജീവനക്കാരുമൊക്കെ ശ്രമിച്ചിരുന്നു. ഇത് വലിയ ഭീകരാക്രമണമാണെന്ന് കരുതിയിട്ട്. ഇയാൾക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഒന്നുമില്ല ഈ അക്രമിക്ക് മുമ്പ്. ജനിച്ചത് ഹാവായിലാണ്, പിന്നെ ലാസ് വെഗാസിൽ പോയി. ഇയാൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് നെവാദയിൽ ഒരു ലൈസൻസ് കൊടുത്തിരുന്നു. ആ ലൈസൻസ് എക്സ്പയർ ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ഡിറ്റക്റ്റീവിനെ പോലെയൊക്കെ നടന്നൊരാൾ. അപ്പോൾ ലോസ് ആഞ്ചലസ് ഹൈസ്കൂളിൽ ആണ് ഇയാൾ പഠിച്ചിരുന്നത്. ആ കാലത്ത് ഫുട്ബോൾ കളിച്ചിരുന്നു. പക്ഷെ അന്ന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. പക്ഷെ പോലീസ് കമ്മീഷണർ ന്യൂയോർക്കിൻ്റെ പറയുന്നത് ഇയാൾ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നതിൻ്റെ രേഖകളുണ്ട് എന്നാണ്. ഇയാൾ മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും തോക്കുകൊണ്ട് വെടിവെക്കാനും ഒക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ, ആരെ വെടിവെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇയാൾ ജൂലൈ 26 കൊളറാഡോയിൽ നിന്ന് വണ്ടി ഓടിച്ച് തുടങ്ങിയതാണ്. വണ്ടി എത്തിയതാണ്. അത് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കൊളറാഡോയിൽ നിന്ന് തുടങ്ങി 27-ാം തീയതി നെബ്രാസ്കയിലും അയോവയിലും എത്തി. അത് കഴിഞ്ഞ് ന്യൂജേഴ്സിയിൽ കൊളംബിയയിൽ വന്നു. പിന്നെയാണ് ന്യൂയോർക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു നീണ്ട യാത്ര ചെയ്ത് ഇത് പ്ലാൻ ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്യും. ഈ ടവറിൽ തന്നെ, പാർക്ക് അവന്യൂ ടവറിൽ തന്നെ ആക്രമിക്കും. ഇയാൾ ഇത്രയൊക്കെ ചെയ്ത ശേഷം ഇയാൾ സ്വയം മറ്റേ വെടിവെച്ച് മരിക്കുന്നതിന് മുമ്പേ 33-ാമത്തെ നിലയിലാണ് ഇതിൻ്റെ ഉടമസ്ഥരായ റൂഡിൻ മാനേജ്മെൻറ്റിൻ്റെ ഓഫീസ്. അങ്ങോട്ടും ഇയാൾ പോയിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ കാണാം. ഇത് എന്തിനാണ്, ഇയാളുടെ മോട്ടീവ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അറിയാമെങ്കിൽ പറയുന്നില്ല. അതാണ്, വ്യക്തമായെങ്കിലും പറയുന്നില്ല. അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മിഷിഗണിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കായിരുന്നു 11 പേരെ കുത്തിയത്. അതിലാരും മരിച്ചില്ല. 5 പുരുഷന്മാർ, 6 സ്ത്രീകൾ. 21 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ളവരെ കുത്തിയിട്ടുണ്ട് ഫോൾഡഡ് നൈഫ് കൊണ്ടിട്ട്. 42 വയസ്സുള്ള ആളാണ് അക്രമി. ബ്രാഡ്ഫോർഡ് ജെയിംസ് ഗിൽ എന്നാണ് അയാളുടെ പേര്. അയാളുടെ മോട്ടീവ് അറിയില്ല എന്ന് അന്വേഷകർ പറയുന്നുണ്ടെങ്കിൽ ആക്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിൽ മോട്ടീവ് വ്യക്തമാണ്. ആ മോട്ടീവ് അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ നെറ്റ്വർക്ക് ഉണ്ടെന്നും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ജിഹാദികളുണ്ടെങ്കിൽ അത് ഉടനെ ഒന്നും പറഞ്ഞു കിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ആക്രമണം വരുമ്പോൾ ഈ ലൂമർ
ട്രംപ് ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തക പറയുമല്ലോ, അവർ പറഞ്ഞിരുന്നത് ഇതിന് മറ്റേ ആംഗിൾ ഉണ്ട്, ജിഹാദി ആംഗിൾ ഉണ്ട് എന്ന് അവരുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ജിഹാദി ആക്രമണം അവർ പറഞ്ഞു എന്ന് അവർ പറഞ്ഞു, ആ പത്രപ്രവർത്തക പറഞ്ഞിരുന്നു. ഇതൊരുപാട് ഈ ചെറി ഓർച്ചാർഡ്സ് ഉള്ള സ്ഥലമാണ്. ഈ വാൾമാർട്ട്, മിഷിഗൺ, ട്രാവേഴ്സ് സിറ്റി എന്ന് പറയുന്ന സ്ഥലം. ചെറി ഓർച്ചാർഡുകൾ ധാരാളം ഉണ്ട്. പിന്നെ ചെറി ഫെസ്റ്റിവൽ നടക്കാറുണ്ട് വർഷത്തിൽ. അപ്പോൾ ഒരു മറ്റേ വാൾമാർട്ടിലുണ്ടായിരുന്ന ഒരാളുടെ കണ്ണിൽ കുത്തിയിട്ടുണ്ട് ഇയാൾ. ഒരാളുടെ കണ്ണാണ് പോയിരിക്കുന്നത്, ഈ 11 പേരിൽ ഒരാളുടെ. അപ്പോൾ ഇങ്ങനെ ശനിയും ഞായറുമായിട്ട് 2 അക്രമ സംഭവങ്ങൾ അവിടെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഈ പറഞ്ഞ പോലെ ഹോട്ട് ടാർഗറ്റാണ്. ആ ടാർഗറ്റിലേക്ക് അമ്പുകൾ വന്നു തുടങ്ങി. ഈ 2 മാസം മുമ്പ് ഇതുപോലെ ചില ആക്രമണങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് 2 മാസം മുമ്പാണ്. ഈ ഇസ്രയേലിൻ്റെ ഇറാൻ്റെ യുദ്ധത്തിനൊക്കെ മുമ്പ് ഇതുപോലെ തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.